ഇനി നമ്മൾ നോക്കുന്നത് 22-ാം തീയതിയിലത്തെ phase 1 JEE മെയിൻ്റെ ഷിഫ്റ്റ് 1-ലെ ക്വസ്റ്റൻ ആണ്. തേർഡ് ക്വസ്റ്റൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ തേർഡ് ക്വസ്റ്റൻ നോക്കിയാൽ മക്കളെ, ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്നുള്ള ചോദ്യമാണ് വന്നിരിക്കുന്നത്. സോ നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് ഏരിയ ഒക്കെ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് ആൻസറിലേക്ക് എത്താനുള്ളതേ ഉള്ളൂ. അപ്പോൾ ഈ ചോദ്യം നോക്കിക്കേ, ദ ലൈൻ x = -1 അത് നമുക്കറിയാം. x = -1 എന്ന ലൈൻ എന്താണെന്ന് നമുക്കറിയാം. ഡിവൈഡ്സ് ദ ഏരിയ ഓഫ് ദ റീജിയൻ, അതായത് ഈ റീജിയന്റെ ഏരിയനെ എന്ത് ചെയ്യുന്നുണ്ട്, x = -1 എന്നുള്ള ലൈൻ എന്ത് ചെയ്യുന്നുണ്ട്, ഡിവൈഡ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇൻ ദ റേഷ്യോ m:n. ദെൻ GCD ഓഫ് m ആൻഡ് n എത്രയായിരിക്കും, 1. GCD എന്ന് പറഞ്ഞാൽ ദ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ, അവരുടെ കോമൺ ആയിട്ടുള്ള ഏറ്റവും ഹയസ്റ്റ് ഡിവൈസർ 1 വരാൻ പാടുള്ളൂ. ദെൻ m+n കണ്ടുപിടിക്കാനാണ് നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത്. റെഡി? എളുപ്പമുള്ള ചോദ്യമാണ്, പക്ഷേ ആ റീജിയൻ ഒക്കെ നമ്മൾ ഈ സീറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. റെഡി? അപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ ഇന്റഗ്രൽസിനകത്ത് പഠിച്ചിട്ടുണ്ട്. ആദ്യം നമ്മൾ ഈ റീജിയൻ എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ നമ്മൾ ഇങ്ങനെ വരുന്ന കേസിൽ ആദ്യം ഇതിനെ സ്പ്ലിറ്റ് ചെയ്യും, പിന്നെ നമ്മൾ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യും, എന്നിട്ട് നമ്മൾ രണ്ടും കൂടെ എന്ത് ചെയ്യും, ക്ലബ് ചെയ്ത് നോക്കും അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം 1 + x² = y എന്ന് കൊടുക്കാം. അടുത്തത് y = 3 - x. മക്കളെ, ഇത് ശരിക്കും പറഞ്ഞാൽ എന്താ, 1 + x² = y. ഇത് ശരിക്കും നമുക്ക് എങ്ങനെ എഴുതാം, x² = y - 1 എന്ന് എഴുതാം. അല്ലെങ്കിൽ ഇത് x - 0² = y - 1 എന്ന് എഴുതാം. ഇത് ശരിക്കും എന്താ, പരാബോളയാണ് അല്ലേ. പരാബോള വിത്ത് വെർട്ടെക്സ് HK എന്ന് പറഞ്ഞാൽ എന്താ കിട്ടും നമുക്ക്, 0,1 എന്നാണ് കിട്ടുന്നത്. എന്നിട്ട് ഈ പരാബോള എങ്ങനെ ഇരിക്കേണ്ടത്, അതോടെ നമുക്ക് കാണിക്കണമല്ലോ. പരാബോള ഇരിക്കുന്നത് വെർട്ടെക്സ് ഓഫ് ദിസ് പരാബോള എവിടെയാണ്, 0,1-ലാണ്. 0,1 എന്ന് പറയുമ്പോൾ ഇവിടെ ആയിരിക്കും ഇരിക്കുന്നത്. ആൻഡ് നമ്മുടെ പരാബോള എങ്ങനെ ഇരിക്കും, ദാണ്ട് ഇങ്ങനെ ഇരിക്കും. x² = 4ay എന്ന് പറയുന്ന പരാബോളയാണ്, പക്ഷെ ഇവിടെ വെർട്ടെക്സ് ഷിഫ്റ്റ് ചെയ്ത പരാബോളയാണ്. ഓക്കെ, റെഡി അല്ലേ? സോ അപ്പോൾ നമ്മുടെ പരാബോളയുടെ ഇക്വേഷൻ എന്താണ്, x - h² = 4a × y - k അല്ലേ. സോ അതാണ് നമ്മുടെ പരാബോളയുടെ ഇക്വേഷൻ. അപ്പോൾ ഇതാണ് നമ്മുടെ പരാബോള എന്ന് പറയുന്നത്. ഓക്കെ മക്കളെ, റെഡി? സോ ഇത് 0,1 എന്ന് പറഞ്ഞ പോയിന്റ്. ആൻഡ് ഇനി അടുത്തത് ഒരെണ്ണം കൂടി ഉണ്ട്. ദെൻ y = 3 - x. y = 3 - x എന്ന് പറഞ്ഞൊരു ലൈൻ ആണെന്ന് നമുക്ക് മനസ്സിലാവും അല്ലേ. y = 3 - x. അപ്പോൾ y = 3 - x കണ്ടുപിടിക്കണം. നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് ഒരു ബോക്സ് വരച്ചിട്ട് നമുക്ക് ആ വാല്യൂസ് ഫൈൻഡ് ഔട്ട് ചെയ്യാം അല്ലേ. എക്സിന്റെ വൈയുടെ വാല്യൂസ് നമുക്ക് ഇട്ട് കൊടുക്കാം. സോ അതിന് നമ്മൾ എന്ത് ചെയ്യും, എക്സിന് ഞാൻ 0 കൊടുത്തു, അപ്പോൾ എനിക്ക് y എന്ത് കിട്ടി, 3 എന്ന് കിട്ടി. ദെൻ വൈക്ക് ഞാൻ 0 കൊടുത്തപ്പോൾ എക്സ് എനിക്ക് എന്ത് കിട്ടി, 3 എന്ന് കിട്ടി. റെഡി? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇത് വെച്ചിട്ട് നമുക്ക് വരയ്ക്കാനായിട്ട് എളുപ്പമാണ്. സോ അപ്പോൾ ഞാനിവിടെ 1, 2, 3 ഒക്കെ ഉണ്ടെന്ന് വിചാരിക്കണേ. അപ്പോൾ 0, 3, അപ്പോൾ 0, 1 ഇതാണെങ്കിൽ 0, 3 എന്ന് പറയുമ്പോൾ ഏകദേശം ഇവിടെ ആയിട്ട് നമുക്ക് കരുതാം. ഓക്കെ, ഇതൊക്കെ റാൻഡമായിട്ട് നമ്മൾ വരയ്ക്കുകയാണ് കേട്ടോ. അത് അക്യുറേറ്റ് ആയിട്ട് നമുക്ക് കിട്ടത്തില്ല. നമ്മൾ ജസ്റ്റ് നമ്മുടേതായിട്ടുള്ള രീതിയിൽ വരയ്ക്കാന്നുള്ളതേ ഉള്ളൂ ഇവിടെ. പക്ഷേ വാല്യൂസ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ 0,3 ഇതാണ്. 3,0 എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും മക്കളെ, 3,0 എന്ന് പറഞ്ഞത് ഏകദേശം നമുക്ക് ഇവിടെ ആയിട്ട് കൊടുക്കാം, 3,0. റെഡി? അപ്പോൾ നമ്മുടെ ആ ലൈൻ ഏതായിരിക്കും, നമുക്ക് ഇങ്ങനെ പാസ് ചെയ്ത് പോകണം. നമ്മുടെ ഈ പോയിന്റിൽ കൂടെ വന്നിട്ട്, അയ്യോ ഇത് ഇങ്ങനായി പോകും. കുറച്ചും കൂടെ നമുക്കൊന്ന് ഇതാക്കാം. വേണം ഞാൻ ഇതിനെ കുറച്ചുകൂടെ താഴോട്ടാക്കാം. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ എളുപ്പത്തിൽ വരയ്ക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് 0,1 ഞാൻ ഇങ്ങോട്ടേക്ക് വരയ്ക്കുകയാണ്. 0,1 ഇവിടെ മതി. ഓക്കെ, ദെൻ നമുക്ക് 0,3 കുറച്ചുകൂടെ താഴോട്ട് വരയ്ക്കാം. നമ്മളുടെ വരച്ചതിൻ്റെ പ്രശ്നമാണ്, അല്ലാതൊന്നുമില്ല കേട്ടോ. 0,3 നമുക്ക് ഇവിടെ കൊടുക്കാം, 0,3. ഓക്കെ, സോ അപ്പോൾ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. വേറെ കളർ കൊടുക്കണമെങ്കിൽ വേറെ കളർ കൊടുക്കാം, പക്ഷെ നമുക്ക് ബോർഡ് പരീക്ഷയ്ക്ക് വേറെ കളറൊന്നും കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഇതായിരിക്കും നമ്മളുടെ ഈ ഒരു ഇതെന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, റെഡി മക്കളെ? ഓക്കെ, സെറ്റ്. അപ്പോൾ ഇത്രയും നമുക്ക് കിട്ടി. അപ്പോൾ ഇവിടെ നമുക്കൊരു ഇൻ്റർസെക്ഷൻ പോയിന്റ് കിട്ടുന്നുണ്ട്, അതുപോലെ ഇവിടെ നമുക്കൊരു ഇൻ്റർസെക്ഷൻ പോയിന്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം നമ്മുടെ റീജിയൻ ഏതായിരിക്കും, ഇതായിരിക്കും നമ്മുടെ റീജിയൻ കിട്ടുന്നത്. റെഡിയാണോ? ക്വസ്റ്റ്യൻ നോക്കിക്കേ, 1 + x² < y < 3 - x. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ താഴോട്ടുള്ള റീജിയനും ഇതിൻ്റെ മേലോട്ടുള്ള റീജിയനും, അപ്പോൾ രണ്ടുപേരോടെ ഷെയർ ചെയ്യുന്ന റീജിയൻ എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും, ഇതായിരിക്കും നമ്മുടെ റീജിയൻ. ഈ റീജിയനെയാണ് എന്ത് ചെയ്യുന്നത്, x = -1 എന്ന് പറഞ്ഞ ലൈൻ എന്ത് ചെയ്യുന്നത്, ഡിവൈഡ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ആദ്യം എന്ത് ചെയ്യാം മക്കളെ, ഈ ഇൻ്റർസെക്ഷൻ പോയിന്റുകൾ നമുക്കൊന്ന് കണ്ടുപിടിക്കാമേ. ഈ ഒരു പോയിന്റും ഈ ഒരു പോയിന്റും നമുക്കൊന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഇക്വേഷനും കൂടെ എഴുതാം. ഇത് y = 1 + x² എന്ന് പറഞ്ഞ ലൈനാണ് ഇത്. ഓക്കെ, ദെൻ ഈ ലൈനോ
ഈ ലൈൻ ഏതാ? ഈ ലൈൻ എന്ന് പറഞ്ഞാൽ y ഈക്വൽ ടു 3 - x ആണ്. അതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം കേട്ടോ. നെക്സ്റ്റ് ഇനി ഇത് നമുക്ക് സോൾവ് ചെയ്യണ്ടേ? സോൾവ് ചെയ്യാം. സോൾവ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്തെടുക്കാം? y ഈക്വൽ ടു 1 + x² ഉണ്ട്, അതുപോലെ തന്നെ y ഈക്വൽ ടു 3 - x ആണ് അല്ലേ? സോ നമുക്ക് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്താലോ? ഓക്കെ, സോ 3 - x ഈക്വൽ ടു 1 + x² എന്ന് വരും. സോ അപ്പം x² + x plus 1 minus 3 equal to 0 എന്ന് വരും. ദാറ്റ് ഈസ് x² plus x minus 2 equal to 0. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -2 ആഡ് ചെയ്യുമ്പോൾ 1 കിട്ടുന്ന നമ്പേഴ്സ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? x plus 2 then x minus 1 equal to 0. സോ ഇവിടെ നമുക്ക് x equal to -2 എന്നും x equal to നമുക്ക് എന്ത് കിട്ടും മക്കളെ? 1 എന്നും കിട്ടും. രണ്ട് വാല്യൂസാണ് നമുക്ക് കിട്ടാനായിട്ട് പോകുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ക്ലിയർ അല്ലേ? സോ അപ്പോൾ x equal to -2 x equal to -2 എന്ന് പറഞ്ഞാൽ എവിടെയായിരിക്കും? x equal to -2 എന്തായാലും ഇവിടെ വരുള്ളൂ. ഇത് then x equal to 1 എന്ന് പറയുന്നത് നമുക്ക് ഏത് കിട്ടും? x equal to 1 ഇതായിരിക്കും നമുക്ക് കിട്ടുന്നത്. റെഡിയാണല്ലോ? ഇനി നമ്മൾ അടുത്ത് പറഞ്ഞിരിക്കുന്നത് എന്താ? x ഈക്വൽ ടു -1 എന്ന് പറഞ്ഞ ലൈന് ഈ റീജിയനെ എന്ത് ചെയ്യുന്നുണ്ട്? ഡിവൈഡ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് -2 ആണെങ്കിൽ ഡെഫിനറ്റ്ലി -1 ഇവിടെ കൂടെ ആയിരിക്കും പോകുന്നതെന്ന് വിചാരിക്കാം. ഓക്കെ, ഇത് നമ്മുടെ 0,0, ഇത് നമ്മുടെ 0,0. ഓക്കെ, റെഡി. ഇതാണ് x ഈക്വൽ ടു -1 എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈന്. ആ ലൈൻ എന്ത് ചെയ്തു? ഈ റീജിയനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. ഇതും ഡിവൈഡ് ചെയ്തു, അതുപോലെ തന്നെ ഇങ്ങനെയും കൂടി ഡിവൈഡ് ചെയ്തു. അത് m:n റേഷ്യോയിൽ ഡിവൈഡ് ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ മക്കളെ? റെഡി. സോ ഇനി നമ്മൾ എമ്മും കണ്ടുപിടിക്കണം, എന്നും കണ്ടുപിടിച്ചിട്ട് രണ്ടും കൂടെ ആഡ് ചെയ്യുക നമുക്ക് വേണ്ടത്. അപ്പോൾ എന്താണ് ഈ m:n എന്ന് പറയുന്നത്? അപ്പോൾ ഈ റേഷ്യോയിൽ കട്ട് ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് m കണ്ടുപിടിക്കണം, അതുപോലെ തന്നെ നമുക്ക് എന്നും നമുക്ക് ഇവിടുന്ന് കണ്ടുപിടിക്കണം. സോ എമ്മും എന്നും കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ടാസ്ക് എന്ന് പറയുന്നത്. റെഡി അല്ലേ? സോ അപ്പോൾ m എന്ന് പറഞ്ഞാൽ നോക്കിക്കേ, m/n എന്ന് പറയുമ്പോൾ m/n ആണ് നമുക്ക് വേണ്ടത്. സോ m എന്ന് പറഞ്ഞത് എവിടെ മുതൽ എവിടെ വരെ ആയിരിക്കും? m ഓക്കെ, GCD ഓഫ് m and n നമുക്ക് 1 വരണം. അപ്പം ഇതിനകത്ത് കുറച്ചുകൂടെ ഗ്രേറ്റർ പോർഷനായിട്ട് നമുക്ക് ഇവിടെ -1 അതിൽ 1. അപ്പം നമ്മുടെ ഗ്രേറ്റർ പോർഷൻ എന്ന് പറഞ്ഞത് ഇതായിരിക്കും. ഇത് m ആയിട്ടും ഇത് n ആയിട്ടും നമുക്ക് എടുക്കാം. ഓക്കെ, റെഡി. അപ്പം ഇത് m ഏത്? ഇത് ഇത്രയും m ആയിട്ടും ഇത് നമുക്ക് n ആയിട്ടും എടുക്കാം. റെഡി അല്ലേ? ഓക്കെ. സോ അപ്പോൾ ഗ്രേറ്റർ പോർഷൻ എമ്മും സ്മോളർ പോർഷൻ എന്നും ആണ്. സോ m,n GCD 1 ആയിരിക്കണം നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ അപ്പം m നമുക്ക് ഏതെടുക്കാം? ഇവിടെ മുതൽ ഇവിടെ വരെ എടുക്കാം. -1 to 1. ഓക്കെ, -1 to 1 അപ്പർ കർവ് മൈനസ് ലോവർ കർവ് നമുക്ക് എടുക്കാം. ക്ലിയർ ആണല്ലോ? ഇനി n നമുക്ക് എങ്ങനെ എടുക്കാം? -2 to -1 അപ്പർ കർവ് മൈനസ് ലോവർ കർവ്. അപ്പോൾ രണ്ട് വാല്യൂ നമുക്ക് എന്ത് ചെയ്യാം? സെപ്പറേറ്റ് നമുക്ക് കണ്ടുപിടിക്കാം. ക്ലിയർ ആണല്ലോ മക്കളെ? സോ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? m കണ്ടുപിടിക്കാം. അപ്പോൾ m ഞാൻ എഴുതുകയാണ് -1 to 1 ഇതാ ഇവിടെ മുതൽ ഇവിടെ വരെ ഞാൻ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. അപ്പർ കർവ് മൈനസ് ലോവർ കർവ്. അപ്പർ കർവിൻ്റെ ഇക്വേഷൻ എന്താ? y ഈക്വൽ ടു 3 - x. ഓക്കെ, സോ അപ്പോൾ 3 - x, ദെൻ അടുത്തത് മൈനസ് നമുക്ക് നെക്സ്റ്റ് എന്ത് വേണം? ലോവർ കർവിൻ്റെ ഇക്വേഷൻ എന്താ മക്കളെ? ഇതാണ്. അതെന്താണ്? 1 + x² ആണ്. 1 + x² dx. അപ്പോൾ നമുക്ക് ഇതൊന്നുകൂടി ഒന്ന് സിംപ്ലിഫൈ ചെയ്താൽ -1 to 1 3 - x -1 x² എന്ന് വരും. റെഡി അല്ലേ? ഓക്കെ, കുഴപ്പമില്ലല്ലോ. ഓക്കെ, സോ അപ്പോൾ നമുക്ക് ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? -1 to 1 3 - 1 നമുക്ക് 2 കിട്ടും. 2 - x x² നമുക്ക് dx എന്ന് കിട്ടും. ഓക്കെ അല്ലേ? റെഡി. സോ അപ്പോൾ നമുക്ക് ഇനി ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം അല്ലേ? സോ ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും മക്കളെ? 2x - x² - x³ 3 നമുക്ക് -1 to 1 കിട്ടും. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? അപ്പർ ലിമിറ്റ് വാല്യൂ ലോവർ ലിമിറ്റ് വാല്യൂ നമ്മൾ എന്ത് ചെയ്താൽ ഇട്ട് കൊടുക്കണം. സോ നമുക്ക് ആദ്യം അപ്പർ ലിമിറ്റ് വാല്യൂ കണ്ടുപിടിക്കാം. x ഈക്വൽ ടു 1 വരുമ്പോൾ എന്ത് കിട്ടും? ഇതിൻ്റെ വാല്യൂ 2 - 1/2 - 1/3 വരും. ഇത് നമുക്ക് 7/6 എന്ന് കിട്ടും. ഇനി നമ്മൾ ലോവർ കർവ് ഇട്ട് കൊടുക്കുന്നു. സോ ലോവർ ലിമിറ്റ് ഇട്ട് കൊടുക്കുന്നു. x ഈക്വൽ ടു -1 കൊടുക്കുമ്പോൾ ഇത് -2 then -1 whole square 1 തന്നെയാണ്. സോ 1/2 -1 whole cube മൈനസ് ആണ്. മൈനസ് വരുമ്പോൾ സോ +1/3 വരും. ഓക്കെ, സോ ഇത് നമ്മൾ സോൾവ് ചെയ്ത് നമുക്ക് എത്ര കിട്ടും? -13/6 കിട്ടും. ഇനി നമുക്ക് അപ്പർ കർവിൻ്റെ വാല്യൂ 7/6 ആണ്. ദെൻ മൈനസ് ലോവറിൻ്റെ വാല്യൂ നമുക്ക് 13/6 ആണ്. സോ നമുക്ക് എത്ര കിട്ടും മക്കളെ? ഇത് ആഡ് ചെയ്താൽ 20/6 എന്ന് കിട്ടും. സോ എമ്മിൻ്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടി? 20/6 എന്ന് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? എന്നിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കാൻ പോവുക. n നമ്മൾ എവിടെ മുതൽ എവിടെ വരെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്? -2 to -1 ആണ് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. എവിടെ മുതൽ എവിടെ വരെ? -2 to -1 അപ്പർ ലിമിറ്റ് അപ്പർ കർവ് ബൈ മൈനസ് ലോവർ കർവ്. റെഡി അല്ലേ?
സോ നമുക്ക് എത്ര കിട്ടും -2 to -1. അപ്പർ കർവ് എന്തായിരുന്നു മക്കളെ? അപ്പർ കർവ് 3 - x സെയിം തന്നെ. ഓക്കെ, സെയിം ആ വാല്യൂ തന്നെ വരും. 3 - x മൈനസ് നമുക്ക് 1 + x² dx. ഓക്കെ, സെയിം വാല്യൂ തന്നെ വരും. -2 to -1 നമുക്ക് എന്താണ്? 2 - x - x² dx. ഇത് തന്നെയായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇതും അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക? എക്സിന് -1 വരുമ്പോഴും എക്സിന് -2 വരുമ്പോഴും നിങ്ങൾ വാല്യൂ ഇട്ട് കൊടുത്ത് സോൾവ് ചെയ്യണം. സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്നിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 7/6 ആയിരിക്കും കിട്ടുന്നത്. സോ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് m:n റേഷ്യോയിൽ കട്ട് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് GCD ഓഫ് ദാറ്റ് എന്താണ്? നമുക്ക് എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? 1 ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. റെഡിയാണോ മക്കളെ? സോ അപ്പോൾ m/n നമുക്കൊന്ന് എടുത്ത് നോക്കാം. m/n എന്ന് പറഞ്ഞാൽ 20/6 ഡിവൈഡ് ബൈ 7/6 വരും. സോ 20/6 ഇൻറ്റു 6/7 വരും. സോ m/n നമുക്ക് 20/7 കിട്ടി. സോ അപ്പോൾ നമുക്ക് m:n എത്രയാണ് നമുക്ക് കിട്ടുന്നത്? 20:7 കിട്ടും. എന്തായാലും GCD ഓഫ് 20 and 7 1 തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. സോ m + n എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 20 + 7 നമുക്ക് 27 കിട്ടും. റെഡി അല്ലേ? 27 ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ ആണല്ലോ? റെഡി? ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു.